ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ അമ്മേൻ്റെ ഓഫീസിൽ ഓണപ്പരിപാടിയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഇന്ന്. അപ്പോൾ നമ്മളിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ട്രെയിനിന് വേണ്ടി കാത്തുനിന്നാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിലോട്ട് കയറാൻ പോകണം ഗൈസ്. ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറി ഗൈസ്. ഇതാണ് എനിക്ക് വിൻഡോ സീറ്റിനെ കിട്ടിയിട്ടോ ഭാഗ്യത്തിന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് എടുത്തുള്ളൂ. ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് വേറെ ട്രെയിൻ വന്നു. എന്നാൽ അങ്ങോട്ട് ഓടി. കാരണം അതായിരുന്നു നമ്മൾ ശരിക്കും പിടിക്കാൻ. എന്നിട്ട് അവിടെ നിന്ന് ഓഫീസിലൊക്കെ എത്തി. അവരാണെങ്കിൽ അവിടെ പൂക്കളിടായിരുന്നു. ഞാനാണെങ്കിൽ എല്ലാവരും നോക്കിക്കൊണ്ട് പുറത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓഫീസിൽ രണ്ടാമതാണ് വരുന്നത്. അപ്പോൾ പിന്നെ എന്നെ എക്സൈറ്റ്മെൻ്റൊക്കെ ഉണ്ടായിരുന്നു. കുറവായിരുന്നു. ബിക്കോസ് ഞാൻ ആദ്യമൊരിക്കൽ വന്നിരുന്നു. പക്ഷെ അന്ന് ഞാൻ ചെറിയ പ്രായമായതുകൊണ്ട് എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവരവിടെ നിന്ന് ഒക്കെ ചീരയൊക്കെ മുറിക്കുന്നത്. എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ പോയിട്ട് പൂക്കളായോ എന്ന് നോക്കലാണ് എൻ്റെ മെയിൻ പണി. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോയിട്ട് മഴ പെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയൊക്കെ കളിക്കണം. അതാണ് എനിക്കൊക്കെ ഇഷ്ടം. ഇവർ ശരിക്കും ഇവിടുന്ന് ഒരു തിരുവാതിര കളിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് അവർ തിരുവാതിരയൊക്കെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണ്. മഴ ഉണ്ട്, അപ്പോൾ ഇവിടുന്ന് കളിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ആലോചിച്ചിരിക്കുകയാണ്. ചെറിയ മഴ പൊടിഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ അത് നോക്കി. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പൂക്കളം, അമ്മയുടെ ഓഫീസിലത്തെ പൂക്കളാണ് ഗൈസ് ഇത്. അപ്പോൾ ഞാൻ പൂക്കളൊക്കെ നോക്കി. ഇതിങ്ങനെ അതൊക്കെ ഇടുമ്പോൾ ഇതിങ്ങനെയൊക്കെയായിരുന്നു ഇടുന്നുണ്ടായിരുന്നത്. ഇത്ര എഫേർട്ട് എടുത്തിട്ടാണ് ആ ഫസ്റ്റ് കാണിച്ച ആ ഒരു ലുക്കിലോട്ട് വന്നത്. അങ്ങനെ ഒരുപാട് മത്സര ഇനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കസേരക്കളിയാണ് ഇവരെ ഓടിക്കുന്നത്. വനിതകളെ കസേരക്കളി ലേഡീസിൻ്റെയാണ്. നമുക്ക് പിള്ളേർ ആയതുകൊണ്ട് 2-3 പിള്ളേർ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ സമ്മാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കും. പല പല പാട്ടൊക്കെ വെച്ച് ഫസ്റ്റ് ഏത് മൂടൊക്കെ വെച്ചായിരുന്നു. നല്ല വൈബായിരുന്നു ഫസ്റ്റൊക്കെ. അങ്ങനെ ഒരുപാട് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. കുറേ പരിപാടിയായിരുന്നു. ഒരുപാട് ഇനങ്ങളുണ്ടായിരുന്നു. കസേരക്കളി ഉണ്ടായിരുന്നു. പിന്നെ സുന്ദരിക്ക് പൊട്ടുവിടലുണ്ടായിരുന്നു. പിന്നെ ആണുങ്ങൾക്കും ഉണ്ടായിരുന്നു കസേരക്കളി. ആണുങ്ങൾക്കും ഉണ്ട് സുന്ദരിക്ക് പൊട്ടൽ. അങ്ങനെ പാടുണ്ടല്ലോ. എന്നിട്ട് പിന്നെ തിരുവാതിരയൊക്കെ ഉണ്ട്. പിന്നെ കുറേ പേര് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ഇനി പുരുഷന്മാരെ കസേരക്കളിയാണ്. അവർ കൈയൊക്കെ കെട്ടി നിന്നാണ് കളിക്കുന്നത്. അവരെല്ലാവരും സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിലും ഓരോ വിജയികളുണ്ട്. അപ്പോൾ വിജയികൾക്കൊക്കെ അവസാനം സമ്മാനം കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മക്ക് സമ്മാനമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് തിരുവാതിര കളിച്ചതുകൊണ്ട് ഒരു സമ്മാനം കിട്ടിയായിരുന്നു. അതൊരു ബൗളായിരുന്നു. ഇവർക്കൊക്കെ സമ്മാനമുണ്ട്. ലാസ്റ്റ് ഇതിൻ്റെ വിജയിക്ക് കൊടുക്കുന്നതാണ് സമ്മാനം എന്നാണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ കസേരക്കളി ഫൈനൽ റൗണ്ടൊക്കെ എത്തിയായിരുന്നു. കണ്ട വാശിയേറിയ മത്സരമാണത്. ആര് ജയിക്കുന്നുള്ള നോക്കിയാൽ ഭയങ്കര കസേര ഒന്നും ഭയങ്കര നിയമങ്ങളുണ്ട്. കസേര വലിച്ചിരിക്കാൻ പാടില്ല, അങ്ങനെ നിയമമുണ്ട്. ഇവർ ഓട്ടം ആരാണ് ജയിക്കുന്നതെന്ന് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എല്ലാവരും കൈയടിച്ചുകൊണ്ടിരിക്കുന്നു സൈഡിൽ നിന്നൊക്കെ. ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കസേരക്കളിയിൽ ഇയാൾ ജയിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനിൽ കയറി ഗൈസ് തിരിച്ച് പോകാൻ. എന്നിട്ടാണ് ഞങ്ങളൊരു കാഴ്ച കണ്ടത് ഗൈസ്. ഇതൊക്കെ ഒരു ആൾ ഇവിടെ വന്നിട്ട് ഇത് വായിക്കണേ, പിയാനോ കണക്കത്തെ സാധനം ഞാൻ വായിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ കൂടെ ഒരു ലേഡി വന്നിട്ടുണ്ട്. അവർ നമ്മളടുത്ത് കാശൊക്കെ വാങ്ങുന്നു. അപ്പോൾ ട്രെയിനൊക്കെ ഇറങ്ങി ഞങ്ങൾ ഇപ്പോൾ അച്ഛനെ കാത്തിരിക്കുകയാണ്. അച്ഛൻ വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ വീട്ടിൽ എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഫുൾ ടയേർഡായി കുളിച്ച് റെഡിയൊക്കെ ആയി. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.